അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമായിട്ടോ. രാവിലെ തന്നെ ഉമ്മാൻ്റെ മോന് ഖത്തറിലുണ്ട്. അപ്പോൾ ഖത്തറിൽ നോമ്പിന് മുമ്പ് ഉമ്മാക്ക് ഫുഡ് കൊടുത്തയക്കണമെന്നൊരു നിർബന്ധം. അപ്പോൾ അതിൻ്റെ തിരക്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ? ഇതെന്റെ മോനിക്ക് ഖത്തറിലേക്ക് നോമ്പിന്റെ സ്പെഷ്യൽ ആക്കുന്നതാ. മീൻ പത്തില്, കല്ലുമക്കായി, പിന്നെ ഉന്നക്കായി, ബീഫ് കാരുള്ള ഇത് കല്ലുമ്മക്കായ് പൊരിച്ചത്. ഞാൻ മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അന്നേരം ഉണ്ടാക്കിയ കല്ലുമ്മക്കായ് ഫ്രോസൺ ചെയ്തതാണ്. രാവിലെ തന്നെ അതിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചു, ആവിയിൽ വേവിച്ചു, എന്നിട്ട് അത് ഫസ്റ്റ് ഫ്രൈ ആക്കി. അപ്പോൾ കല്ലുമ്മക്കായ് ഫ്രൈ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി. പിന്നെ ബീഫ് രാവിലെ തന്നെ ബീഫ് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ബീഫ് നമ്മൾ കടായി ബീഫാക്കി. അപ്പോൾ നല്ല കക്കവുമായി. ഇനിയിപ്പോൾ അവനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചേർക്കാം. മസാലയൊക്കെ ചേർത്തിന് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അവന് ഗ്രേവി ആക്കിക്കോട്ടെ എന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയിട്ട് നല്ല കക്കം പോലെയുള്ള നമ്മളെ കടായി ബീഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാക്കി. അതും ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് തന്നെ അതായത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം ടേസ്റ്റുള്ള നല്ല ഇത് നോമ്പിന് വരെ എനിക്ക് എത്തും കേട്ടോ. പിന്നെ എന്താക്കി ഉമ്മ ചെമ്മീൻ പൊരിച്ചിട്ടുള്ള ചെമ്മീൻ അട ഉണ്ടാക്കി. അപ്പോൾ അതും ചെമ്മീൻ്റെ അരി അരച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് വേഗം അന്നാക്കി, ഒന്നും പറയണ്ട. പിന്നെ ഞാനും അന്ന് ഉണ്ടാക്കിയ ഫ്രോസൺ ചെയ്ത ഉന്നക്കായി തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ഉമ്മക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റി. അല്ലെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇത് ഉണ്ടാക്കലൊരു വലിയ ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഈ ഫ്രോസൺ ചെയ്തതിനെ കൊണ്ടുള്ള ഒരു ഉപകാരം കേട്ടോ ഇത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്രൊക്കേറ്റ്സും കുറച്ച്. അപ്പോൾ അന്ന് ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഒരു 4 കൊടുത്തിട്ടുള്ളൂ. മറ്റുള്ളവരുടെ അടുത്ത് കൊടുത്താക്കിയല്ല, അതുകൊണ്ട് ഒരു ടെൻഷന്. എല്ലാം എല്ലാം കൂടെ ഒരു 3 കിലോനേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതെല്ലാം പൊരിച്ച് തണുക്കാൻ വെച്ചു. അതിനുശേഷം നമ്മുടെ ഇലയൊന്ന് വാട്ടി. ഇലയിൽ കൊടുത്തയക്കുമ്പോൾ എല്ലാവരും അതിൻ്റേതായ ഒരു തനി നാടൻ സ്റ്റൈലിൽ അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാട്ടി റെഡിയാക്കി വെച്ച് നമ്മൾ ഒരു ഉമ്മാൻ്റെ തിരക്കിൽ മീനറോട്ടിയെല്ലാം ഇങ്ങനെ പൊട്ടിപ്പോയി. അപ്പോൾ എല്ലാം തണുത്ത് മാഷാഅല്ലാഹ് എല്ലാം തണുത്ത്. ഉന്നക്കായും കല്ലുമ്മക്കായും പിന്നെ ക്രൊക്കേറ്റ്സും ബീഫും അടയും ഒക്കെ തണുത്തിട്ടുണ്ട്. നമ്മൾ പാക്ക് ചെയ്യണം. ആദ്യം ഞാനൊരു പ്ലേറ്റ് വെച്ചു, വലിയ സാണ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പേപ്പർ വിരിച്ചു, എന്നിട്ട് ഫോയിലും പേപ്പർ വിരിച്ചു. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊരിച്ച് വെക്കുന്നതിനെ തന്നെ ഞാൻ കൊണ്ടുപോകുന്ന ഇലയിൽ തന്നെയാണ് കല്ലുമ്മക്കായി പൊരിച്ചിട്ട് വെച്ചത്. അങ്ങനെ ആകുമ്പോൾ ആ മസാല എണ്ണയെല്ലാം അതിൽ തന്നെ ഉണ്ടാവുമല്ലോ, പിന്നെ ഓരോരോ പാത്രം മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് 10-25 കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ഇല വാട്ടിയത് വെച്ചു. അതിൻ്റെ മേലും ഫോയിലും പേപ്പർ വെച്ചു. കാരണം എണ്ണയൊക്കെ ഇത് പുറത്തായിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് നല്ലൊരു നമ്മളിപ്പം ഗൾഫിലൊക്കെ കൊടുത്തയക്കുന്നതല്ലേ, അപ്പം നല്ലൊരു പാക്കിങ് തന്നെ ആയിപ്പോട്ടെ, നല്ല സീൽ പാക്കിങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലോണം ഒന്ന് പാക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ ഇത് നമ്മൾ സാധാരണ പേപ്പറിനെ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് പൊതിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്യണം, തണുക്കണം. അപ്പോൾ രാവിലെ ഇവിടെ ഒരു യുദ്ധമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഉമ്മാക്ക് നമുക്കൊരു മക്കൾക്ക് കൊടുത്തയക്കുന്നത് ഉമ്മമാർക്കൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇനി ഇതിന് എന്തൊക്കെ നമ്മളെ ഈ കടായി ഉണ്ടല്ലോ, ബീഫ് കടായിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കുഴിയുള്ള സാണ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫോയിലും പേപ്പർ വെച്ചു. വീണ്ടും ഇല വാട്ടിയത് തന്നെ വെച്ചു. ഇല വാട്ടിയത് വെക്കുമ്പോൾ കുറച്ച് ഇല പൊട്ടിപ്പോവില്ല. ഇല വാട്ടിയത് 2 ഇല വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ കക്കം, അതായത് ബീഫ് കടായി ഞാൻ വെച്ചു. ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിപ്പോൾ ഗൾഫിലെത്തി നേരെ ഫ്രോസൺ ആക്കാം. ആവശ്യത്തിന് എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ ടൊമാറ്റോ അടിച്ചിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇത് തന്നെ നമുക്ക് ചൂടാക്കിയിട്ട് കഴിക്കാം. ഉമ്മാക്ക് ലഗേജ് കൂടിപ്പോകുന്നതിന് പേടിയാണ്. അപ്പം ആ ബീഫ് നമ്മൾ 3 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1.5 കിലോനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളൂ. കാരണം ബീഫ് കംപ്ലീറ്റ് ആക്കി വെച്ച് നമുക്ക് ഫ്രോസൺ ആക്കാമല്ലോ. അപ്പോൾ ബീഫ് കുറേ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പകുതി ഓനക്ക് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് പാക്ക് ചെയ്തു. ഇതൊക്കെ എനിക്കെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഗ്രേവി നഷ്ടപ്പെട്ടു പോകുന്നത്. ആ എണ്ണയൊക്കെ അതിൽ തന്നെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ സീൽ ചെയ്ത പാക്കിംഗ് ആക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓനക്ക് അതിനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവർക്ക് ആവശ്യത്തിന് എടുത്തിട്ട് കഴിക്കാമല്ലോ. അങ്ങനെ ബീഫും പാക്കിംഗ് ആക്കി. പിന്നീട് ഞാൻ ചെയ്തത് പാക്കിംഗ് എല്ലാം പിന്നെ നമ്മുടെ സാധാരണ പാക്കിംഗ് തന്നെയാണ് കേട്ടോ. ഏതായാലും ഉമ്മ നോമ്പിന് മുമ്പ് തന്നെ ഓനക്ക് കൊടുത്തയച്ചോണ്ട് ഉന്നക്കായി പൊരിക്കാണ്ട് കൊടുത്തയക്കാന്ന് വിചാരിച്ചു. പിന്നെ അത് ഫ്രൈ ആക്കാനെല്ലാം ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഉമ്മ പറഞ്ഞ് വേണ്ട, ഓൻ തിന്നോട്ടെ.
പിന്നെ നോമ്പിന് അതിന് ഓൾ ഉണ്ടാക്കി കൊടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായി ഉന്നക്കായി പൊരിച്ചിട്ട് തന്നെ കൊടുത്ത് ഒരു 4 ക്രൊക്കേറ്റ്സ്. ആ ക്രൊക്കേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പൊരിച്ചിട്ട് നമ്മൾ കട്ട്ലേറ്റ് എല്ലാം പോലെ നല്ല ചൂടോടെ കൂടെ തിന്നേണ്ട സാധനം. അതുകൊണ്ട് അത് പിന്നെ പൊരിക്കാണ്ട് കൊടുത്തയച്ചാൽ അങ്ങെത്തുമ്പോഴത്തേക്ക് പൊട്ടിപ്പോവും. അതുകൊണ്ട് അതും പൊരിച്ചിട്ട് തന്നെ കൊടുത്തയച്ച്. പിന്നെ അട മീൻ നമ്മുടെ ചെമ്മീൻ പൊരിച്ചിട്ടുള്ള അടയാണ് കൊടുത്തയച്ചത്. മീൻ റൊട്ടി കൊടുത്തയച്ചിട്ട് അതൊരു വലുതല്ലേ. ഇതാകുമ്പോൾ ഒരു മക്കൾക്കും അവർക്കെല്ലാം നല്ലോണം എടുത്ത് കഴിക്കാൻ നല്ല ഒരു 4-5 അടയെ കൊടുത്തയച്ചിട്ടുള്ളൂ. കുറേയൊന്നും കൊടുത്തയച്ചില്ല. പിന്നെ ഉമ്മാരൊരു ആശയമല്ലേ അല്ലേ. എനിക്കും എൻ്റെ മോനിക്ക് പിന്നെ ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ കൊടുക്കുമ്പോൾ നമുക്കും ഒരു സന്തോഷം. പിന്നെ നോമ്പും എടുത്തില്ലേ, ഇനി പിന്നെ ആരും പോന്നിയും വരുന്നൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മീനടയും പാക്കാക്കി. ഇനി ഇതിനെല്ലാം ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ക്ലിങ് ഫിലിമിൽ ഒന്നും കൂടെ ഞാൻ കവർ ചെയ്ത്. കാരണം എനിക്ക് പേടി ഇനിയിപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായിപ്പോണ്ട നമ്മളെ കൊണ്ട് പാക്കിങ്ങിൽ എന്തെങ്കിലും ലീക്കാറ്റ് ആയിപ്പോണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും ഞാൻ എന്താക്കി അതിനെ ഞാൻ നല്ല ക്ലിങ് ഫിലിം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തു. അപ്പോൾ ഇന്ന് രാവിലെ ഫുള്ള് തിരക്കായിരുന്നു. ഉമ്മ ഇത് പെട്ടെന്ന് തീരുമാനിച്ചതാട്ടോ. എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരമാണ് വിളിച്ച് പറഞ്ഞത് തോന്നി. ഉമ്മ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്, ഉമ്മക്ക് പറ്റുമെങ്കിൽ കൊടുത്തേക്കും. ഇതെല്ലാം ഫ്രോസൺ ആയതുകൊണ്ട് സാധനങ്ങളിലുണ്ട്. ഉന്നക്കായും ക്രൊക്കേറ്റ്സും കല്ലുമ്മക്കായൊക്കെ ഉള്ളത് കൊണ്ട് ഉമ്മാക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ ചെമ്മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഒരു ജുമാക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സാധനങ്ങളെല്ലാം ആയി. അങ്ങനെ സാധനങ്ങളെല്ലാം കൊടുത്തു. നമ്മൾ സന്തോഷം മെനുവനക്ക് കിട്ടിയാൽ ഇൻഷാ അല്ലാ ഒരു ഇടങ്ങേറൊന്നും ഇല്ലാന്ന് യാത്ര പോകുന്നവർക്ക് ഒരു ഇടങ്ങേറൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾ നോമ്പിന് മുമ്പ് മക്കൾക്കാർക്കെങ്കിലും കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ കൊടുത്തയച്ചു കേട്ടോ. ഒരു സന്തോഷമല്ലേ ഗൾഫിൽ നമുക്ക് ഫുഡെല്ലാം കിട്ടുമ്പോൾ. അപ്പം ഉമ്മ അതിൻ്റെ ഇടയിൽ എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നുണ്ട് കല്ലുമ്മക്കായി ഇത് എന്നല്ല. ഞാൻ ഉമ്മയുടെ ഒരു വേണ്ട ഉമ്മ പിന്നെ ഉമ്മാൻ്റെ സന്തോഷമല്ലേ ഇരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. അതിങ്ങനെ എഴുതേണ്ട തിരക്കിലാണ്. അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാൻ നിൽക്കില്ല. ഉമ്മാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ടില്ല ഒട്ടിക്കാൻ. അപ്പോൾ അതങ്ങനെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാക്കിംഗ് എല്ലാം അൽഹംദുലില്ലാ കഴിഞ്ഞു. എന്തായി കഴിഞ്ഞാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തയക്കുമ്പോഴും അവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തയക്കുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഈ സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങളൊന്നും ആരും മിസ്സാക്കണ്ട കേട്ടോ. അപ്പം നല്ല ഹാപ്പിയായി. പിന്നെ വേറൊരു കാര്യം, ചിലപ്പോൾ ഓന് ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കും എൻ്റെ സാധനം അവിടെ കിട്ടാൻ. എന്തായാലും ഓനക്കൊരു സർപ്രൈസ് തന്നെ ആയി. ഓന് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ സാധനം കൊടുത്തയക്കുമെന്നൊന്നും ഓൻ അറിയില്ല കേട്ടോ. ഇതെന്റെ മോനിക്ക് ഖത്തറിലേക്ക് നോമ്പിന്റെ സ്പെഷ്യൽ ആക്കുന്നതാ. മീൻ പത്തില് പല്ലുമക്കായി, പിന്നെ ഉന്നക്കായി, ബീഫ് കാരുള്ള ക്രോക്കേറ്റ്സ്. അപ്പൊ ഇതാരടുത്ത കൊടുത്തേക്കുന്നത്? സന്തോഷത്തിൽ എന്റെ മോൻ കടി എത്തട്ടെ, അതാ എനിക്ക് സന്തോഷം. ചങ്ങായി ഏച്ചൂർന്ന് പോകുന്ന ചങ്ങായിന്റെ അടുത്ത് കൊടുക്കുന്ന. അപ്പോൾ ഉമ്മാൻ്റെ സന്തോഷമുള്ള മുഖം കാണുമ്പോൾ തന്നെ ഒരു സമാധാനം അല്ലേ. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. ഇൻഷാ അല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.